മുഖം പറഞ്ഞു ശരിയാണ്. സീരിയസ് ആയിട്ട് ചെയ്യാം. ധൈര്യം, ഒടുവിൽ വിജയം എന്നിവയുടെ മനോഹരമായ അവതരണമാണ്. സംഗമത്തിന്റെയും അമരകാവ്യമാണ് ശാകുന്തളം. മഹാകവി കാളിദാസ് രചിച്ച ഈ മഹാനാടകം രാജാവ് ദുഷ്യന്തനും ആശ്രമവാസിയായ ശകുന്തളയും തമ്മിലുള്ള അതുല്യമായ പ്രണയകഥയാണ് പറയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യന്റെ വികാരങ്ങളും ഒരുപോലെ ആവിഷ്കരിക്കുന്ന ഈ നാടകം പ്രണയം, മറവി, ക്ഷമ, ധൈര്യം, ഒടുവിൽ വിജയം എന്നിവയുടെ മനോഹരമായ അവതരണമാണ്. കാലങ്ങളെ മറികടന്ന് ഇന്നും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ ക്ലാസിക് കൃതിയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഭിനയത്തിലൂടെ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാരായണ നാരായണ. അല്ല, ഇതാരാണ്? ദേവർഷിയോ? അല്പം മുമ്പ് എന്റെ ചിന്തയിൽ അവിടുന്ന് തെളിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഈയോളാൻ സന്നിഹിതനായി. നാരായണ നാരായണ. പ്രഭോ, നമുക്ക് ഈ രംഗം മനോഹരമാക്കുന്ന ഒരു നൃത്തമായാലോ? അതിനെന്താ ദേവർഷി? ആരെവിടെ? ദേവസുന്ദരികളെ വിളിക്കൂ. പ്രഭോ, നാം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, അങ്ങേക്ക് അനിഷ്ടം ഉണ്ടാവരുത്. ഹൃദയം കവരുന്ന നൃത്തം കാണണമെങ്കിൽ കണ്ണാശ്രമത്തിലേക്ക് പോയാലോ? അല്പനേരം അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ആവട്ടെ ദേവർഷി. ശകുന്തളെ, കർമ്മപിതാവിന് നിന്നേക്കാൾ അധികം സ്നേഹം ആ വൃക്ഷങ്ങളോടാണെന്ന് തോന്നുന്നു. മുല്ലപ്പൂവ് പോലെ കോമളാംഗിയായ നിന്നെ ചെടികൾ നനയ്ക്കാൻ നിയോഗിക്കുന്നുവല്ലോ. അച്ഛന്റെ കൽപ്പന മാത്രമല്ല, എനിക്കും ഇവയോട് സഹോദര സ്നേഹമുണ്ട്. ശകുന്തളെ, നീ ക്ഷണനേരം അവിടെ തന്നെ നിൽക്കണേ. നിന്നെ കൊണ്ട് ആ വൃക്ഷങ്ങൾക്ക് വള്ളി ചുറ്റിയ ശോഭയുണ്ടാവുന്നു. ഇതുപോലുള്ള പ്രിയഭാഷണം കൊണ്ടാണ് നീ പ്രിയമതയായത്. ദേ, തേജസ്വിയായ ഒരു യുവാവ് നമ്മുടെ ശകുന്തളയെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇത് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവല്ലേ? ഈ മുല്ലവള്ളിയിൽ നിന്ന് മിളകി പുറപ്പെട്ട വണ്ട് എന്റെ നേർക്ക് പായുന്നല്ലോ. തേന്മാവിൽ ചുറ്റിയ മുല്ലവള്ളിയിൽ നിന്നാണ് ഈ വണ്ടുകൾ പറന്നെത്തുന്നത്. അല്ലെങ്കിലും മുല്ലവള്ളി തേന്മാവിലല്ലേ ചേരേണ്ടത്? ഇതാരാണ്? ദേവകന്യകയോ? കണ്ണമർഷിയുടെ മകളെ കാണാൻ നാം ഏറെ ആഗ്രഹിച്ചിരുന്നു. നാരായണ നാരായണ.
അല്ലയോ ശകുന്തളെ, നമുക്ക് മാലിന്യ നദിയുടെ തീരങ്ങളിൽ പോയാലോ? മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിന് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ദുഷ്യന്തനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ശകുന്തള. ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ കണ്വപിതാവ് അറിയിച്ചു. ഗാന്ധർവ വിധി പ്രകാരം വേലി കഴിഞ്ഞ് ഗുണവാനായ വരന് ലഭിച്ചതിനാൽ കണ്ണമഹർഷിക്ക് ആശ്വസിക്കാം. എത്രയും വേഗം ശകുന്തളയെ ദുഷ്യന്തന്റെ അടുത്ത് എത്തിക്കാം. ആര് ശ്രേഷ്ഠ? കണ്ണമഹർഷി, നാം ഇതാ വന്നിരിക്കുന്നു. ഇത് കണ്ണപിതാവിന്റെ മകളല്ലേ? നാം വന്നത് അറിഞ്ഞില്ലെന്നുണ്ടോ? ഓ, ഇത്രയും ധിക്കാരമോ? അതിഥികളെ നീ അപമാനിച്ചു തുടങ്ങിയോ? എന്നെ മാനിക്കാതെ നീ ആരെ ധ്യാനിക്കുന്നു? അവിടെ നീ ചെന്നാൽ നിന്നെയും സർവവും വിസ്മരിക്കുമാറാകട്ടെ. മഹാമുനി, പരമാർത്ഥം അറിയാത്ത പുത്രിയുടെ അപരാധം ഭക്തിയോർത്ത് ക്ഷമിക്കണേ. അങ്ങയുടെ പുത്രിമാരെ പോലെ കണ്ട് അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാലും. എന്റെ വാക്ക് മാറ്റാനാവില്ല. എന്നാൽ അഭിജ്ഞാനമായ എന്തെങ്കിലും വസ്തുക്കൾ കാണിച്ചാൽ ശാപം നിവർത്തിക്കും. നന്ദി മഹാമുനി. കണ്വാശ്രമത്തിൽ നിന്ന് ശകുന്തളയെ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രണാമം മഹാരാജൻ. ആരുണി ഭദ്രേ താപസകന്നി ആശ്രമമേതെന്ന് ചൊല്ലു, നീ ആശിപ്പതെന്തെന്ന് ചൊല്ലു. എന്റെ
ഇപ്രകാരമോ? അഴകനോടോ നിന്റെ കപടമാം നാടകം? ദുഷ്യന്തൻ ശകുന്തളയെ മറന്നതോടെ അത്യന്തം ദുഃഖിതയായ ശകുന്തള ദേവന്മാരുടെ ഇടപെടലിലൂടെ മുനി മാരീചന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒടുവിലൊരു നാൾ മഹാരാജാവിന് തന്നെ മോതിരം തിരികെ കിട്ടി. സത്യം തിരിച്ചറിയാത്തൊരൻ നെഞ്ചിലെ ദുഃഖം ഇതാരറിയുന്നു. കണ്വാശ്രമത്തിന്റെ പുണ്യമേ, കണ്വാശ്രമത്തിന്റെ പുണ്യമേ, നീ തൂകും കണ്ണീരിൽ ഞാനലിയുന്നു, കണ്ണീരിൽ ഞാനലിയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രന്റെ ക്ഷണപ്രകാരം ദുഷ്യന്തൻ ദേവാസുര സമരം ജയിക്കാൻ ഇന്ദ്രലോകത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ദൗത്യം പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ മാരീചന്റെ ആശ്രമത്തിലെത്തുന്നു. അവിടെ ഒരു സിംഹക്കുട്ടിയുമായി കളിക്കുന്ന സർവ്വദമനനെ കാണുന്നു. ഇത്രയും സാഹസം കാട്ടുന്ന രാജലക്ഷണമുള്ള ഈ ഉണ്ണി ആരാണ്? ഉണ്ണി, നീ ആരാണ്? എന്റെ പേര് സർവ്വദമൻ. എന്റെ അച്ഛൻ ദുഷ്യന്ത മഹാരാജാവ്. അപ്പോൾ ആരാണ് ഉണ്ണിയുടെ അമ്മ? ഞാൻ ശകുന്തളയുടെ പുത്രനാണ്. പ്രിയേ, എന്നോട് ക്ഷമിച്ചാലും. ആര്യപുത്രന് വന്ദനം. പൊറുക്കണം മഹാത്മാവേ, അറിവില്ലായ്മ കൊണ്ട് ഞാൻ വലിയ തെറ്റ് ചെയ്തു. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച ശകുന്തളയെ ഞാൻ ഉപേക്ഷിച്ചു. ക്ഷമിക്കണം മഹർഷി. മകനെ ഭരതനായി ഈ നാട് വാഴുക.